അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ മെഷർ ഓഫ് ആംഗിൾ പി എ ബി ആണ്. പി എ ബി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ, ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഒരു ടാൻജന്റ് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഇവിടെ രണ്ട് ഭാഗത്ത് നമ്മൾ ഇന്നലെ പഠിച്ചതല്ലേ, എത്രയായിരിക്കും ഈ ഭാഗം? 55. പി എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 55 ഡിഗ്രി ആയിരിക്കും. ഇനി അഥവാ പി ബി എ ചോദിച്ചാലും അത് എത്ര തന്നെ ആയിരിക്കും? 55 തന്നെ ആയിരിക്കും. വരും. ഇനി ഡി എന്ന് പറയുന്നത് ആംഗിൾ പിയുടെ മെഷർ എത്ര ആയിരിക്കും? രണ്ട് എന്താണ്? ട്രയാങ്കിൾ അല്ലേ. പി എ ബി എന്ന് പറയുന്നത് എന്താണ്? ട്രയാങ്കിൾ ആണ്. 55 എത്ര? 110. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ പി കണ്ടുപിടിക്കാം. 180 മൈനസ് 110 ദാറ്റ് ഈസ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒ എ കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ ഒ എ ഇൻറ്റു ഒ ബി സി. അന്ന് ഞാൻ പറഞ്ഞു ഒ സി നല്ല എഴുതേണ്ടത്. ഒ ആണ് സെന്റർ. ഒ എ ഇൻറ്റു ഒ ബി സി ഇൻറ്റു ഒ ബി സ്ക്വയർ. അപ്പൊ ഒ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ എ ഇൻറ്റു ഒ ബി. ഒ പി എന്ന് പറഞ്ഞാൽ എത്രയാ? ഇവിടെ ഇത് 0 ഒറിജിനാ. ഇതെന്താണ്? അപ്പൊ ഇവിടെ 0 to 4 ആ. അപ്പൊ എത്രയായിരിക്കും ഇവിടുത്തെ? 4 അല്ലേ. അപ്പൊ ഒ പി എന്ന് പറഞ്ഞ നീളം എത്രയാണ്? 4 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 4 സ്ക്വയർ. അപ്പൊ എന്ത് വരും? ഒ എ ഉണ്ടോ? ഇല്ല. എന്ത് ഒ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ മുതൽ ഇവിടെ വരെ എത്ര നീളം? 8. ഇവിടെ 4ന്റെ സ്ക്വയർ എത്ര? 16. 8 ഇങ്ങോട്ട് വരുമ്പോ എന്താവും? ഡിവിഷൻ. ഈക്വൽ ടു ഒ എ. 8ൽ എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പൊ ഒ എ ഇസ് ഈക്വൽ ടു എത്ര? 2 അത് കിട്ടിയല്ലോ. ഇങ്ങോട്ട് എത്രയായിരിക്കും? 2 ആയിരിക്കും. നമ്മൾ പഠിച്ചതാണ് കോർഡിനേറ്റ്. നെക്സ്റ്റ് പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇതാണ് എ. ബിയിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? എയുടെ കോർഡിനേറ്റ്സ്. ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം എത്രയാണെന്ന് അറിയാം? 2 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് ഒറിജിനാ. ഒറിജിൻ ഇപ്പുറത്തോട്ട് വരുന്നത് എന്താ? മൈനസ് ആ അല്ലേ. അപ്പൊ ഇവിടെ 0 2 ആണോ? 0 -2 ആണോ? -2 0 ആണോ? ഇവിടെ നീളം എത്രയാണ്? -2 ആണ്. ഇവിടെ വരുന്നത് എന്താണ്? -2 ആണ്. ആക്സിസിൽ വരുന്ന ആളാരാന്ന് നോക്കണം. ആരാ വരുന്നത്? 2 അല്ലേ വരുന്നത്. വൈയിൽ ആരാ കിടക്കുന്നത്? 0. അപ്പൊ ആൻസർ എന്താ വരും? എയുടെ കോർഡിനേറ്റ്സ് -2 0. സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ, ഒരുപാട് വട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്താ സ്ക്വയർ പിരമിഡ്? ഇതാണ് സ്ക്വയർ പിരമിഡ്. ഇതിനെ അങ്ങോട്ട് നിവർത്തി വെച്ചിരിക്കുന്നതാണ് ഈ ചിത്രം അല്ലേ. അപ്പോ ഈ നിവർത്തി വെച്ചിരിക്കുമ്പോ ബേസ് എഡ്ജ് എന്ന് പറയുന്നത് ഇതാണ്. ഈ സാധനത്തിന് അതിനകത്ത് മാറ്റം വരുമോ? ഇല്ല. അതാണ് ഈ ബേസ് എഡ്ജ്. നേരെ നോക്കി എഴുതിയാൽ നമുക്ക് ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 സെന്റിമീറ്റർ. അവിടെ രണ്ടാമത് കഴിഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ വരുന്നതാ? ഇവിടെ വരുന്നതാ സ്ലാൻഡ് ഹൈറ്റ്. ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്. മുന്നോട്ട് നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും സ്ലാൻഡ് ഹൈറ്റ്? തയ്യാണ്. ഇവിടെ ഇങ്ങനെ വരുന്നതാണ് സ്ലാൻഡ് ഹൈറ്റ്. ഇത്ര നോക്കി വെച്ചു. ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്. ഇവിടെ ഇങ്ങനെ വരുന്നതാണ് എന്താന്ന് പറയുന്നത്? സ്ലാൻഡ് ഹൈറ്റ്. അപ്പൊ ഇതെന്തായി? ഒരു റെക്ടാങ്കിൾ ആയി. ഇവിടെ അപ്പൊ ഇത് 10 എന്തായി മാറി? 5. ഇവിടെ എത്രയുണ്ട്? 13. അപ്പൊ ഇത് കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സ്ലാൻഡ് ഹൈറ്റ് √. 13 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ അല്ലേ. 13ന്റെ സ്ക്വയർ എത്രയാണ്? 69. എത്ര വരും? 144. റൂട്ട് എത്ര? സംഭവം സിമ്പിൾ ആണ്. 3 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയേ. ആദ്യം പറഞ്ഞിരിക്കുന്നത് എ സി കാണാനാണ്. എ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടീനസ് ആണ്. ബേസ് കൊണ്ട് ഓൾട്ടിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഹൈപ്പോട്ടീനസ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം. റൂട്ട് എന്താണ്? 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 4ന്റെ സ്ക്വയർ 60. 3ന്റെ സ്ക്വയർ ആണ് റൂട്ട് 5 സെന്റിമീറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സൈൻ എ ആണ്. സൈൻ എയുടെ ഇക്വേഷൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടീനസ് ആണ്. ഓപ്പോസിറ്റ്. അപ്പൊ ഈ സൈഡ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ബൈ ഹൈപ്പോട്ടീനസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. ആൻസർ കഴിഞ്ഞു. അടുത്ത ചോദിച്ചിരിക്കുന്ന അവര് കോസെ ആണ്. കോസയുടെ ഇക്വേഷൻ എന്താ? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടീനസ് ആണ്. അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ ഇതാ 3. ഇതെടുക്കരുത്. ഇത് കാരണം എന്താ? ഹൈപ്പോട്ടീനസ്. അപ്പൊ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ബൈ ഹൈപ്പോട്ടീനസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. 4/5 3/5. ഇതാണ് ആൻസർ.
ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് അതർ ടു വെർട്ടിസസ്. എളുപ്പമല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ പഠിച്ചത് നമ്മള്? ഇങ്ങനെ നിൽക്കുന്നതാണെങ്കിൽ ആരെ എടുക്കണം? നിൽക്കുന്നതാണെങ്കിൽ ആരാ എടുക്കണ്ടേ? അവിടെ എക്സ് ആയി. ഇവിടുന്ന് എടുക്കേണ്ടത് ആരാ? 3. വെരി ഗുഡ്. അപ്പൊ ഇവിടെയോ? ഇവിടുന്ന് എടുക്കേണ്ടത് ആരാ? ഇവിടുന്ന് എടുക്കേണ്ടത് എക്സ് എടുക്കുന്ന എപ്പോഴും നിൽക്കുന്നതിൽ നിന്നോ കിടക്കുന്നതിൽ നിന്ന് ആരും എടുക്കണം? വൈയുടെ. അപ്പൊ ആൻസർ നമുക്ക് കിട്ടി. ആദ്യത്തെ ബിയുടെ എന്ന് പറയുന്നത് എന്താണ്? 5ഉം 3യുമാണ്. ഡി എന്ന് പറയുന്നത് എന്താണ്? 2ഉം 7ഉം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ലെങ്ത് ഓഫ് എ സി. എ സി എന്ന് പറഞ്ഞ ഈ എ സി ഇതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എ സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസ് ചെയ്തതല്ലേ? ഇവിടെ സെയിം ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സെയിം ഇല്ലെങ്കിൽ നമുക്ക് ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. എന്താ? റൂട്ട് x2 മൈനസ് x1 the whole square plus y2 മൈനസ് y1 the whole square. x2 എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാളെ നമ്മൾ ഇവിടെ എടുക്കുക. ഇയാൾ നമ്മൾ x1 എന്നും y1 എന്നും എടുക്കുന്നു. ഇയാൾ എന്തെടുക്കുന്നു? x2 എന്നും y2. ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നില്ല, തെറ്റത്തില്ല കേട്ടോ. ഇവിടെ 5ഉം 2ഉം 5 മൈനസ് 2 the whole square പ്ലസ് ഇവിടെ 7ഉം. അത് ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ. 7 മൈനസ് 3 the whole square. റൂട്ട് 5ന്ന് 2 കുറച്ച 3, 3ന്റെ സ്ക്വയർ 9, 7ന്ന് 3 കുറച്ച 4, 4ന്റെ സ്ക്വയർ 16, 16 9 25, 25ന്റെ റൂട്ട് 5. ഇത്ര എഴുതി എത്ര മാർക്ക്? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പെരിമീറ്റർ തന്നിട്ടുണ്ട്. എൽ പ്ലസ് ബി എത്രയാണ് തന്നിട്ടുണ്ട്? 26. അപ്പൊ ഈ 2 അങ്ങ് മാറ്റി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ആര് വരും? എൽ പ്ലസ് ബി 26/2 എത്ര വരും? 13 സെന്റിമീറ്റർ. അപ്പൊ എല്ല് പ്ലസ് എല്ല് ലെങ്ത് ബ്രെഡ്ത്ത്, ലെങ്ത് ബ്രെഡ്ത്ത് കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 13. ആ ഫസ്റ്റിലത്തെ ആൻസർ 13. കണ്ടോ? രണ്ടാമത് ടേക്കിംഗ് ദ ബ്രെഡ്ത്ത് ഓഫ് റെക്ടാംഗുലർ എക്സ്. ബ്രെഡ്ത്തിനെ എക്സ് ആയിട്ട് എടുത്താൽ റൈറ്റ് ദ ലെങ്ത് ഓഫ് ടേംസ് ഓഫ് എക്സ്. ലെങ്ത് അപ്പൊ എങ്ങനെ ആയിരിക്കും? ലെങ്തും ബ്രെഡ്ത്തും കൂടി എത്ര വരുന്നത്? 13. അതില് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്തിനെ എന്തായിട്ട് എടുക്കണമെന്ന്? എക്സ് ആയിട്ട് എടുത്താൽ 2 13 അല്ലേ? അപ്പൊ ലെങ്തിന്റെ നീളം എത്രയായിരിക്കും? എല് ഇസ് ഈക്വൽ ടു 13 പ്ലസ് എക്സ് അപ്പുറം എന്താവും? -6. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. എൽ ഇസ് ഈക്വൽ ടു 13 മൈനസ് എക്സ്. സംഭവം കഴിഞ്ഞു. കണ്ടോ? സംഭവം സിമ്പിൾ അല്ലേ? എല്ലാം ചെയ്യണ്ടോ? 4 മാർക്കാ. ഇനി ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് റെക്ടാംഗിൾ. ലെങ്ത് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എത്രയാ? 40. ഏരിയയുടെ ഇക്വേഷൻ എന്താ? എൽ ഇൻറ്റു എത്രയാണ്? 40. എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 മൈനസ് എക്സ് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഇസ് ഈക്വൽ ടു 40. കണ്ടോ? ചുമ്മാ ലെങ്ത് ബ്രെഡ്ത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇത് വായിക്കുകയാണ്. പെരിമീറ്റർ വായിക്കണം. ഇതിന്റെ വായിക്കണം. ഇൻറ്റു ചെയ്യുമ്പോഴോ ഓരോന്ന് ഇൻറ്റു ചെയ്യണം. എക്സ് വെളിയിൽ കിടക്കുന്ന എക്സ് കൊണ്ട് അകത്ത് കിടക്കുന്ന ഓരോന്നിനെ ഇൻറ്റു ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും ആൻസർ? 13 ഇൻറ്റു എക്സ് എന്ത് വരും? 13x മൈനസ് എക്സിന്റെ എക്സ് എന്ത് വരും? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായി? 40. ഇനി ഇതിനെ നമ്മളൊന്ന് ഓർഡർ ചെയ്യാം. ആദ്യം ഇവിടെ എക്സ് സ്ക്വയർ അല്ലേ? പറയുമ്പോൾ എന്താവും? മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 13x പ്ലസ് 40 വരുമ്പോൾ എന്താവും? -40 0. മൈനസ് ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു കണ്ടിട്ട് രസമില്ല. അത് നമ്മൾ അകത്തോട്ട് തെള്ളുമ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് എന്താവും? പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. കാരണം എന്താ? ഈ മൈനസ് അകത്തോട്ട് പോയോ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? സെക്കൻഡ് ഡിഗ്രി കിട്ടി. ഇനി സെക്കൻഡ് ഡിഗ്രിയില് ഗുണിക്കുമ്പോൾ 40യും കൂട്ടുമ്പോൾ 13 കിട്ടുന്ന നമ്പർ ഏതൊക്കെയാണ്? ഗുണിക്കുമ്പോൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 40യും കൂട്ടുമ്പോൾ 13 കിട്ടുന്നത് ഏതൊക്കെയുണ്ട് നമ്പര്? 40ന് പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്? 1ഉം 40ഉം 2ഉം 20ഉം പിന്നെ 4ഉം 10ഉം 5ഉം 8ഉം അല്ലേ? ഇവിടെ നോക്കിയേ. 40 1 എത്ര? 41. പറ്റുമോ? 20ഉം 2ഉം 20, 10ഉം 4ഉം 8ഉം 5ഉം 13. 8ഉം 5ഉം കുട്ടുമ്പോ കിട്ടത്തില്ലേ? അപ്പൊ ഇതിന് നമ്പർ സൈൻ ഏത് കൊടുക്കും? -5ഉം -8ഉം. മൈനസ് മൈനസ് വന്നാൽ കൂട്ടുമ്പോ -13 ആവത്തില്ലേ? അല്ലേ? അപ്പൊ ആൻസർ എന്താ കിട്ടി നമുക്ക് ഇവിടെ? എക്സ് -5ഉം എക്സ് -8ഉം 0 അല്ലേ?
അപ്പൊ എക്സ് മൈനസ് 5 എക്സ് മൈനസ് 8 എക്സിന്ന് വെളിയിൽ ഇറക്കുമ്പോ എന്താകും അത് എക്സ് മൈനസ് 5 സീക്വൽ ടു 0 എക്സ് സീക്വൽ ടു എന്ത് വരും 5 എക്സ് മൈനസ് 8 സീക്വൽ ടു 0 എക്സ് സീക്വൽ ടു എന്ത് വരും 8 അപ്പൊ 5 അല്ലെങ്കിൽ എന്ത് വരും 8 ആണ് ആൻസർ വരുന്നത് റെക്ടാംഗിളിന്റെ സൈഡായിട്ട് നമുക്ക് ഇനി അത് ഓരോന്നിനെ എടുക്കാം എക്സിനെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം എക്സിനെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും എന്താ വരും എല്ലിന്റെ ഇവിടെ എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ അപ്പൊ നമുക്ക് ആൻസർ കിട്ടത്തില്ലേ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എൽ ഇസ് ഈക്വൽ ടു 13 മൈനസ് എക്സ് ഒരെണ്ണം ഇട്ട് വിടുക 13 എന്ത് പറയുക 5 13 5 കുറച്ച് എത്ര കിട്ടും 8 ലെങ്ത് എത്ര കിട്ടി 8 ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞപ്പോ എത്ര എക്സ് എന്ന് പറഞ്ഞാൽ എത്ര ഇട്ട് വിടുന്നത് നമ്മള് 5 അപ്പൊ 5ഉം 8ഉം ആയിരിക്കും ഇവിടെയാണ് ഇതാണ് കിട്ടിയിരിക്കുന്നത് ലെങ്ത് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും 8 ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു 5 അപ്പൊ 8ഉം 5ഉം ആണ് ആൻസർ വരുന്നത് ക്ലിയർ ആയോ വോളിയം ഓഫ് ദി കോൺ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം എന്താ ഇക്വേഷൻ 1/3 πr സ്ക്വയർ ഇവിടെ 1/3 പൈ ഇൻറ്റു 6 തന്നിട്ടുണ്ട് എത്രയാ 9 ഇൻറ്റു 9 ഇൻറ്റു h എത്ര തന്നിരിക്കുന്നത് 12 ഇതിൽ നിന്ന് 3 കൊണ്ട് 9നെ കട്ട് ചെയ്യാമല്ലോ 3 പ്രാവശ്യം ബാക്കിയുള്ളത് എന്താ 5 ഇൻറ്റു 3 ഇൻറ്റു 9 ഇൻറ്റു 12 ഇത് 9 3 എത്രയാ 27 27നെ 12 കൊണ്ട് 7 കൊണ്ട് 14 2 2 4 കൊണ്ട് 5 7 2 4 7 5 12 324 324 സെന്റിമീറ്റർ ക്യൂബ് ആണ് നമുക്ക് കിട്ടുന്ന വോളിയം സെന്റിമീറ്റർ ക്യൂബ് ഇടാൻ മറക്കരുത് വോളിയം കണ്ടുപിടിക്കും ഇതിന്റെ കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ ഹൗ many sphere of radius 1 centimeter can be made by ഏതിൽ നിന്ന് കോണിൽ നിന്ന് അപ്പൊ എന്തോ ഞാൻ ഇന്നലെ പറഞ്ഞത് മെൽറ്റിങ്ങിനെ പഠിപ്പിച്ചപ്പോൾ ഏതിൽ നിന്ന് എന്തുണ്ടാക്കുന്നു അപ്പൊ ആര് മുകളിൽ വരണം ഏതിൽ നിന്നാണോ ഉണ്ടാക്കുന്നത് അയാൾ എവിടെ വരണം മുകളിൽ എന്താണോ ഉണ്ടാക്കുന്നത് അയാൾ എവിടെ വരണം താഴെ എന്തോ രണ്ടിന്റെ എഴുതേണ്ടത് വോളിയം അല്ലേ അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതണം വോളിയം ഓഫ് വോളിയം ഓഫ് കോൺ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്ഫിയർ വോളിയം ഓഫ് കോൺ എത്രയാ 324 പൈ അപ്പൊ നമ്മൾ ചെയ്തില്ലേ വോളിയം ഓഫ് സ്ഫിയർ എന്താണ് 4/3 വെരി ഗുഡ് ബൈ ആർ ക്യൂബ് 4/3 ബൈ ആർ ക്യൂബ് അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയേ 324 ബൈ 4/3 പൈ ഇൻറ്റു എത്രയാ റേഡിയസ് 1 ക്യൂബ് ഇവിടുത്തെ പൈ വെട്ടി പോയില്ലേ ഇനി നോക്കി ഇങ്ങോട്ട് എഴുതുവാണേ 324 ബൈ 4/3 ഉണ്ടല്ലോ അതാണ് നമ്മൾ നേരിട്ട് മേളിലോട്ട് കൊണ്ടുവരാം റെസിപ്രോക്കലി കൊണ്ടുവരും അപ്പൊ എങ്ങനെ വരും ഇങ്ങനെ വരും ഇൻറ്റു ഞാൻ തിരിച്ചാൽ 3/4 ആയി മാറും ഇതായി മാറും നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ 4/3 റെസിപ്രോക്കൽ ആക്കിയാൽ എന്തായി മാറും 3/4 ആയി മാറും കണ്ടോ അപ്പൊ എന്ത് വരും 4 കൊണ്ട് ഇതിനെ കട്ട് ചെയ്യാലോ 4ൽ എത്ര പ്രാവശ്യം 32 8 പ്രാവശ്യം 4ൽ എത്ര പ്രാവശ്യം 8 പ്രാവശ്യം 4ൽ 4 എത്ര പ്രാവശ്യം 1 പ്രാവശ്യം അപ്പൊ 81 ഇൻറ്റു 3 24 ആൻസർ എത്ര കിട്ടി നമുക്ക് 243 ആണ് ഹൗ many sphere of radius one can be made by melting and recasting the cone എത്രയാണ് 243 ആണ് ആൻസർ വരുന്നത് 2019 ചോദിച്ചതാണ് 4 മാർക്കിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് സംഭവം സിമ്പിൾ ആണ് ഇത് ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഇസ് 25 പ്ലസ് എക്സ് തന്നിട്ടുണ്ട് അപ്പൊ ലെങ്ത് 25 പ്ലസ് എക്സ് ബ്രെഡ്ത്ത് ഉണ്ട് 25 മൈനസ് എക്സ് ഇങ്ങനെ എടുത്ത് എഴുതാൻ വല്ല പാടുണ്ടോ സിമ്പിൾ ഇത് പെരിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത് പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താ 2 ഇൻറ്റു l പ്ലസ് 2 ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര 25 പ്ലസ് എക്സ് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ 25 മൈനസ് എക്സ് സിമ്പിൾ അല്ലേ വല്ല പാടുണ്ടോ ഇനി നോക്കി ഇവിടുത്തെ പ്ലസ് എക്സും ഇവിടുത്തെ മൈനസ് എക്സും എന്ത് ചെയ്യുന്നു കട്ട് ചെയ്യുന്നു ബാക്കി ഇനി ആരുണ്ട് 25 പ്ലസ് 25 എന്താണ് 50 ആൻസർ എന്താ ക്വസ്റ്റ്യനിൽ മീറ്റർ ആണ്
അപ്പൊ മീറ്റർ എന്ന് കൊടുക്കുക. സെന്റിമീറ്റർ ആണ് വരുന്നതെങ്കിൽ സെന്റിമീറ്ററിൽ കൊടുക്കുക. ഇനി നെക്സ്റ്റ് നോക്കിയേ, അവർ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ ഹാവിംഗ് പെരിമീറ്റർ 100 മീറ്റർ ആൻഡ് ഏരിയ 525 സ്ക്വയർ മീറ്റർ. ഏരിയ തന്നിരിക്കുന്നുണ്ട്. എത്ര ഏരിയ തന്നിരിക്കുന്നത്? പെരിമീറ്റർ 100 ഏരിയ 525. അപ്പൊ ഏരിയയുടെ ഇക്വേഷൻ എന്താ? L ഇൻറ്റു ബി. അപ്പൊ ഇത് L എന്താ? 25 പ്ലസ് എക്സും ബി എന്താ? 25 മൈനസ് എക്സും. രണ്ട് ബ്രാക്കറ്റ് വന്നാൽ ആദ്യത്തെ ബ്രാക്കറ്റിൽ നിന്ന് ഓരോരുത്തരെ കൊണ്ട് രണ്ടാമത്തെ ബ്രാക്കറ്റിന് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. 25 ഇൻറ്റു 25 എന്താ? 625. മൈനസ് എക്സും 25 എന്ത് വരും? മൈനസ് 25x. പ്ലസ് എക്സും 25 എന്ത് വരും? പ്ലസ് 25x. പ്ലസും മൈനസും എന്ത് വരും? മൈനസ് എക്സ് സ്ക്വയർ. ഇവിടുന്ന് 25x പ്ലസ് 25x എന്ത് ചെയ്യും? കട്ടുകളെ. ബാക്കി ആരുണ്ട്? 625 മൈനസ് എക്സ് സ്ക്വയറും ഉണ്ട്. അപ്പൊ ഇത് ഏരിയ ആണ്. അപ്പൊ ഏരിയ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 525 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാലൻസ് ഇവിടെ ആറുണ്ട്? മൈനസ് എക്സ് സ്ക്വയറിന് അവിടെ നിർത്തുന്നു. 525 625 അപ്പുറത്തോട്ട് എടുക്കുന്നു. അപ്പൊ എന്ത് വരും? മൈനസ് 625 അല്ലേ? പ്ലസ് 625 അപ്പുറം എന്താവും? മൈനസ് 625. അപ്പൊ ആൻസർ എന്താ വരും? മൈനസ് 100 വരും. അപ്പൊ ഇവിടെ എന്ത് വരും? മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പുറത്ത് മൈനസ്, ഇപ്പുറത്ത് എന്ത് വരും? മൈനസ്. അപ്പൊ രണ്ടും എന്തായി പോകും? പ്ലസ് ആയി പോകും. ബാക്കി അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 വരും. x is equal to സ്ക്വയർ അപ്പുറം എന്താകും? റൂട്ട് 100. ആൻസർ ഇസ് പ്ലസ് ഓർ മൈനസ് 10. റൂട്ട് 100 എടുക്കുമ്പോ എന്ത് വരും? പ്ലസ് ഓർ മൈനസ് 10 വരും. അപ്പൊ ആൻസർ x എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് 10 വരാം, അല്ലെങ്കിൽ മൈനസ് 10 വരാം. ഇതായിരിക്കും ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇങ്ങനെ വേണം ചെയ്യാൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അനുകൂലമാണ്. ഇത് പഠിക്കേണ്ടത് അതാണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് പി ക്യു ബി ആർ ബി ബി സി. ഇവിടെ അവർ തന്നിട്ടുണ്ട് ബി സി എത്രയാണ്? 5. ബി ബി എത്രയാണ്? ബി സി എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ. അടുത്ത നോക്കി പഠിച്ചിട്ടുണ്ടല്ലോ. ഇക്വേഷൻ പി ക്യു ഇൻറ്റു ബി ആർ ഇസ് ഈക്വൽ ടു ബി ബി ഇൻറ്റു ബി സി. അപ്പൊ പി ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ഇൻറ്റു ബി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് തന്നെ ആയിരിക്കും? 36 തന്നെ ആയിരിക്കും. അപ്പൊ പി ക്യു ഇൻറ്റു പി ആർ എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാ? പി ബി ഇൻറ്റു പി സി ഈക്വൽ അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ എത്ര വരും? 36. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര തന്നെ ആയിരിക്കും? 36. ഇപ്പൊ മനസ്സിലായോ? ഇതെന്താണ്? 36. പി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. പി സി എത്രയാണ്? 9. കാരണം 5ഉം 4ഉം എത്രയാണ്? 9. 5ഉം 4ഉം അതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ഉം 4ഉം കൂടി ആഡ് ചെയ്യുന്നതാണ്. അത് എത്രയാണ്? 9 ആണ്. പി ക്യു ഇൻറ്റു പി ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36. ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി എ. പി എ കാണണം. പി എ നോക്കിയേ, നമ്മൾ പി എ കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പി എ കാണാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. പി ക്യു ആർ എ. എന്തോ ഇക്വേഷൻ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ സർക്കിൾ വന്നാൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? ഇ ക്യു ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ. പി ക്യു ഇൻറ്റു പി ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ഇസ് ഈക്വൽ ടു പി എ സ്ക്വയർ. സ്ക്വയർ പ്രൊവൈഡ് എന്താവും? റൂട്ട് 36 എന്ന് പറഞ്ഞാൽ എത്ര? പി എ സി എത്ര കിട്ടി? 6 കിട്ടി. അതാണ് ഇവിടുത്തെ ആൻസർ. മനസ്സിലായോ?